أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون ولولا فضل الله عليكم ورحمته وأن الله رؤوف رحيم. صدق الله العظيم. സൂറത്തു നൂർ 19-20. ഇന്നല്ലദീന, നിശ്ചയം ഒരു കൂട്ടർ, യുഹിബ്ബൂന, അവർ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്നു, അൻ തശീഅ, പ്രചരിക്കുവാൻ. ഷാഅ എന്ന് പറഞ്ഞാൽ പ്രചരിച്ചു, പരന്നു എന്നൊക്കെയാണ് അർത്ഥം. അൽ ഫാഹിഷത്തു, മ്ലേച്ഛത അല്ലെങ്കിൽ അശ്ലീലം. ഫില്ലദീന ആമനു, വിശ്വസിച്ചവരിൽ അഥവാ വിശ്വാസികൾക്ക് ഇടയിൽ എന്നർത്ഥം. ലഹും, അവർക്കുണ്ട്, അദാബുൻ അലീമുൻ, വേദനയേറിയ ശിക്ഷ, ഫിദ്ദുനിയ, ദുനിയാവിൽ, വൽ ആഖിറത്തി, പരലോകത്തിലും. വല്ലാഹു യഅലമു, അല്ലാഹു അറിയുന്നു, അൻതും, നിങ്ങൾ, ലാ തഅലമൂൻ, അറിയുന്നില്ല. വലൗലാ ഫദ്ലുല്ലാഹി, അല്ലാഹുവിൻ്റെ ഔദാര്യമില്ലായിരുന്നുവെങ്കിൽ, അലൈക്കും, നിങ്ങൾക്ക് മേൽ, വറഹ്മത്തുഹു, അവൻ്റെ കാരുണ്യവും, വ അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ആണ് എന്നതും ഇല്ലായിരുന്നെങ്കിൽ എന്നർത്ഥം. വലൗല അന്നല്ലാഹയാണ്. വ അന്നല്ലാഹ റഊഫുൻ, ദയാലു, റഹീമുൻ, കാരുണ്യവാനും ആണ് എന്നതും ഇല്ലായിരുന്നെങ്കിൽ എന്നർത്ഥം. കഴിഞ്ഞ ആയത്തിൽ അപവാദ പ്രചരണ സംഭവം, അത് പ്രചരിക്കാൻ ഇടയായ കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്ന് അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇനി ആ ഉപദേശം ചെവിക്കൊള്ളാതിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് വിവരിക്കുകയാണ് ഈ ആയത്തിൽ. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷത്തു ഫില്ലദീന ആമനു, വൃത്തികേട്, വിശ്വാസികൾക്കിടയിൽ വൃത്തികേട് പ്രചരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്കെന്തുണ്ട്? അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അദാബുൻ അലീമുണ്ട്. എന്തൊക്കെയാണ് ഈ ഫാഹിഷത്ത്? ദീനുൽ ഇസ്ലാമിൻ്റെ പ്രത്യേകതയാണ്. ബാക്കിയുള്ളവരെല്ലാവരും മുൻകർ നിരോധിക്കും, ഫാഹിഷത്ത് നിരോധിക്കുകയില്ല. എന്നാൽ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വയൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകർ, അതിലും ഇഹ്സാനും കൽപ്പിക്കുകയും ഫഹ്ശാവും മുൻകറും നിരോധിക്കുകയും ചെയ്യുന്നു. എന്താണ് ഫഹ്ശാവ്? ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധുനിക കാഴ്ചപ്പാടിൽ ഒരാൾക്ക് എന്തിനത് ചെയ്തു എന്ന് ചോദിക്കാൻ വകുപ്പില്ലാത്ത കുറ്റകൃത്യങ്ങൾ. നമ്മുടെ നിയമത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അതാണ്. മുൻകർ, ബലാത്സംഗം മുൻകറാണ്. ഉഭയസമ്മതപ്രകാരമുള്ള വ്യഭിചാരം ഫഹ്ശാണ്. രണ്ടും നിരോധിക്കുന്നു ദീനുൽ ഇസ്ലാം. ഭൗതിക നിയമങ്ങൾ മിക്കതും ഒന്ന് മാത്രമാണ് നിരോധിക്കുക. അതാണ് സമ്മതമാണെങ്കിൽ വ്യഭിചാരം കുറ്റമല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സംഭവിക്കുക അതിൻ്റെ ഒരു പ്രചാരമാണ്. അഥവാ വിവാഹപൂർവ്വ ലൈംഗികതയെക്കുറിച്ച്, തൻ്റെ ലൈംഗിക പങ്കാളികളെക്കുറിച്ച് ഒക്കെ വെളിപ്പെടുത്തുന്നത്, അതൊന്നും വലിയ കാര്യമല്ല. ഇപ്പോൾ വിവാദം പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ കേസാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്താകെ. അത് മുൻകറായതുകൊണ്ടാണ് പ്രശ്നമാകുന്നത്. ആ കുട്ടിക്ക് പ്രായം തികഞ്ഞിരിക്കുന്നെങ്കിൽ നോ പ്രോബ്ലം. ഇങ്ങനെയാണല്ലോ ഉള്ളത്.
എന്നാൽ ഇങ്ങനെ ഫാഹിഷത്ത് പ്രചരിക്കുക, അത് വ്യഭിചാരം മാത്രമല്ല, വ്യഭിചാരത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന വേഷവിധാനങ്ങൾ, സാഹിത്യം, കല, സിനിമ, ഇങ്ങനെ തുടങ്ങി പാട്ട്, ഡാൻസ് ഒക്കെ ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അങ്ങനെ വിശ്വാസികളിൽ അത് പ്രചരിക്കണം എന്ന് ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന ആളുകൾ ഫില്ലദീന ആമനു എന്ന് പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഫിന്നാസി എന്നല്ല, ജനങ്ങളിൽ അത് ഉണ്ടാകും, പക്ഷേ വിശ്വാസികൾ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടവരാണ്. അങ്ങനെ അല്ലാതെ വിശ്വാസികളിലും അശ്ലീലത പ്രചരിക്കാൻ ആഗ്രഹിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്ന ആളുകൾ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് ദുന്യാവിൽ. പണ്ഡിതന്മാർ ദുന്യാവിലെ ശിക്ഷ എന്ന് പറഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞ 80 അടി മുതൽക്ക് ഇങ്ങോട്ടുള്ള ഇസ്ലാമിക ഭരണകൂടം അശ്ലീലത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ സ്വീകരിക്കുന്ന ശിക്ഷാ നടപടികളെയാണ്. എന്നാൽ ചില ഹദീസുകളിൽ അതിൻ്റെ അപ്പുറവുമുണ്ട്. ഉദാഹരണമായി ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, ലം തൽഹറിൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനൂ ബിഹാ ഇല്ലാ ഫശാ ഫീഹിം തഊൻ വൽ ഔജാഉ ലത്തി ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിം അല്ലദീന മലൗ. ഒരു സമൂഹത്തിൽ അശ്ലീലത പ്രചരിക്കുന്നില്ല, അത് പരസ്യമാകുന്നതുവരെ, ഇല്ലാ ഫശാ ഫീഹിം തഊൻ, അവരിൽ പ്ലേഗ് പടർന്നു പിടിച്ചിട്ടല്ലാതെ, വൽ ഔജാഉല്ലത്തി ലം തകുൻ മലത് ഫി അസ്ലാഫിഹിം അല്ലദീന മലൗ, കഴിഞ്ഞുപോയിട്ടുള്ള അവരുടെ മുൻഗാമികളിൽ ഉണ്ടായിട്ടില്ലാത്ത പകർച്ചവ്യാധികളും. അപ്പോൾ വ്യഭിചാരവും അശ്ലീലതയും പരസ്യമായാൽ പ്ലേഗും അതുപോലുള്ള മുൻഗാമികൾക്കില്ലാത്ത രോഗങ്ങളും പരക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തതാണ് ഉദ്ധരിക്കുന്നത്. ഹദീസിൻ്റെ സനദിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകളുണ്ട്. പക്ഷേ ഹദീസിൽ പറഞ്ഞ കാര്യം ആധുനിക ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ്. വൈറസിൻ്റെ പ്രത്യേകത അതിനെ നിയന്ത്രിക്കാൻ വലിയ പാടാണ്. കാരണം ഓരോ തവണയും അത് പുതിയത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മുൻഗാമികൾക്കില്ലാത്ത രോഗം എന്ന് പറഞ്ഞത് വളരെ ഫിറ്റാണ്. അതിൽ അശ്ലീലാഭാസങ്ങൾ പ്രചരിക്കുന്നതിലൂടെ മാത്രമേ അത് ഉണ്ടാകുന്നുള്ളൂ എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. മറ്റൊരു റിവായത്തിൽ ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും, മാ ലഹറ ഫി ഖൗമിൻ അസ്സിന വരിബ ഇല്ലാ അഹല്ലു ബി അൻഫുസിഹിം അദാബല്ലാഹി. ഒരു സമൂഹത്തിൽ വ്യഭിചാരവും പലിശയും പ്രകടമായിട്ടില്ല, അള്ളാഹുവിൻ്റെ അദാബ് അവർക്ക് അവരുടെ സ്വന്തങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ശരീരങ്ങളിൽ വന്നിറങ്ങിയിട്ടില്ലാതെ. അഥവാ വ്യഭിചാരവും പലിശയും പരസ്യമാകുന്നിടത്ത്, പ്രകടമാകുന്നിടത്ത് അള്ളാഹുവിൻ്റെ അദാബ് വന്നിറങ്ങുക തന്നെ ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങൾ ഈ റിവായത്തുകളൊക്കെ മുഫസ്സിറുകൾ അതിൻ്റെ വിശദീകരണമായി ചേർത്ത് വെക്കുന്നത് കാണാൻ കഴിയും. അതൊക്കെയാണ്. അപ്പോൾ ഭരണകൂടത്തിൻ്റെ ശിക്ഷാ നടപടി മാത്രമല്ല, ഭരണകൂടം ഇല്ലാത്തിടത്തും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രത്യേക ശിക്ഷ വന്നിറങ്ങും. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. വലിയ ശിക്ഷയ്ക്ക് മുമ്പ് അവരെ നാം ചെറിയ ശിക്ഷ അനുഭവിപ്പിക്കും, അവർ മടങ്ങാൻ വേണ്ടി എന്ന് സൂറത്തു സജദയിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ. അതേ കാര്യം തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. വൽ ആഖിറത്തി, പരലോകത്തിലും കഠിനമായ ശിക്ഷയുണ്ടാകും. വ്യഭിചാരത്തിൻ്റെയും അശ്ലീലതയുടെയും ശിക്ഷ നരകം ആയിരിക്കുമെന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അങ്ങനെ പരലോകത്ത് മാത്രമല്ല ഇഹലോകത്തെയും ശിക്ഷയുണ്ടാകും എന്നാണ്
ആയത്തിൻ്റെ ഊന്നൽ. വല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ. എന്തിനാണിത് ശിക്ഷിക്കുന്നത്? ആരാണത് ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിങ്ങൾ അറിയുന്നില്ല. അഥവാ ഇത് ഗുരുതരമായ അശ്ലീലത പ്രചരിക്കാൻ താല്പര്യപ്പെടുക എന്നത് ഗുരുതരമായ ഒരു പ്രശ്നമാണ് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അതിനെന്താ കുഴപ്പം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഈ ദുരാരോപണങ്ങൾ പ്രചരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ദുരാരോപണങ്ങൾ പ്രചരിച്ചപ്പോൾ ഒരു വ്യക്തിയുടെ മാനം കെടുത്തലിനെതിരെയാണ് അതിനുള്ള 80 അടി ശിക്ഷ എന്നൊക്കെ പറയുന്നത്. എന്നാൽ വ്യക്തിയുടെ മാനം കെടുക എന്നത് മാത്രമല്ല അതിൻ്റെ ദുരന്തം. പകരം ഇത്തരം അശ്ലീല വർത്തമാനങ്ങളും പ്രവൃത്തികളുമൊക്കെ ഒരു സാധാരണ സംഭവമായി സാധാരണവൽക്കരിക്കപ്പെടുക എന്ന ദുരന്തമാണ് സംഭവിക്കുക. അതിനെതിരെയാണ് ഈ ആയത്ത് താക്കീത് ചെയ്യുന്നത്. മുകളിൽ പറഞ്ഞതൊക്കെ വ്യക്തികളെ ചാരിത്രവതികളായ സ്ത്രീകളെ അപവാദം പ്രചരിപ്പിച്ച് മാനം കെടുത്തുക, അവരുടെ അവകാശം നിഷേധിക്കുക, അല്ലെങ്കിൽ അവരുടെ അവകാശത്തിൽ അവരുടെ മാന്യതയിൽ കയ്യേറ്റം നടത്തുക എന്ന ഒരു തരത്തിലാണ് മുകളിൽ ഇത് പറഞ്ഞത്. എന്നാൽ ഇവിടെ പറയുന്നത് ബാക്കിയുള്ള അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അഥവാ ഇത്തരം വാർത്തകളും പ്രചാരങ്ങളുമൊക്കെ പ്രചരിച്ചാൽ സമൂഹത്തിന് അതിനോടൊരു ലാഘവ ബുദ്ധി, ഒരു നോർമലൈസേഷൻ പെടുകയാണ് ചെയ്യുക. അതിനെതിരെ താക്കീതാണ്. അത്തരം പ്രവണതകൾ വെച്ചു പുലർത്തുന്നവർക്ക് ദുനിയാവിൽ തന്നെയും കടുത്ത ശിക്ഷ കിട്ടും എന്ന് താക്കീത് നൽകുകയാണ്. വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു അന്നല്ലാഹ റഊഫുർ റഹീം. അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും, ഫضലും റഹ്മത്തും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കഴിഞ്ഞ ആയത്തിൽ വന്നപ്പോൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ തവണയാണ് ഈ 20 ആയത്തിൻ്റെ ഇടയിൽ ഈ പ്രയോഗം വരുന്നത്. ഒന്ന് 20-ാമത്തെ ഈ ആയത്തിൽ, പിന്നെ 14-ാമത്തെ ആയത്തിൽ വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ഫിദ്ദുനിയ വൽ ആഖിറ ലമസ്സക്കും ഫീമ അഫൽത്തും ഫീഹി അദാബുൻ അലീം. അതാണ് ഇതിൻ്റെ ബാക്കി. അഥവാ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇല്ലായിരുന്നെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ കഴിഞ്ഞു പോകുന്ന സംഗതികളിൽ അദാബുൻ അലീം ബാധിക്കുമായിരുന്നു. അണ്ടർസ്റ്റുഡാണ്. അതിൻ്റെ മുമ്പ് വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു അന്നല്ലാഹ തവ്വാബുൻ ഹക്കീം എന്ന് പറഞ്ഞതും കാണാൻ കഴിയും. എന്തായാലും ഇപ്പോൾ നടന്ന സംഭവം, മേൽ പരാമർശിച്ച സംഭവം നടന്നിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടത് അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ടാണ്. അതില്ലായിരുന്നെങ്കിൽ നിങ്ങളെ എല്ലാവരെയും കൂടി ഈ ദുനിയാവിലെ അദാബ് തന്നെ ബാധിക്കുമായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. മുഴുവൻ പറയാതെ അള്ളാഹുവിൻ്റെ ഫضലും റഹ്മത്തും ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അള്ളാഹു റഊഫും റഹീമും അല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിരിക്കുന്നത്. ബാക്കി അണ്ടർസ്റ്റുഡാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഇഹലോകത്തെയും പരലോകത്തെയും അദാബുകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദ്റ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.